നമുക്കൊരു സോളിഡ് ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു സ്റ്റെപ്പ് ഷേപ്പുള്ള ഒരു സോളിഡ് ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ വരയ്ക്കാൻ പോകുന്നത് ഇതൊരു ഐസോമെട്രിക് വ്യൂ അല്ലെങ്കിൽ ഇതൊരു പിക്ടോറിയൽ വ്യൂ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിനെ 3 സൈഡുകൾ ഒരുമിച്ച് കാണാൻ പറ്റും. നമ്മളിതിനെ തന്നെ പിക്ടോറിയൽ വ്യൂ എന്ന് പറയും. ഇതിനകത്ത് എഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രണ്ട് ഡയറക്ഷനും എസ് സൈഡും ടി ടോപ്പ് വരും. എന്ന് മാത്രമല്ല ഈ ഒരു ബ്ലോക്കിന്റെ എല്ലാ സൈഡുകളുടെയും അളവുകളും തന്നിട്ടുണ്ട്, എല്ലാ മില്ലിമീറ്ററിൽ തന്നിട്ടുണ്ട്. നമുക്കിവിടെ വരയ്ക്കാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം, ഇത് റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കണം, ഇത് ടോപ്പ് വ്യൂ വരയ്ക്കണം. അപ്പൊ നമ്മൾ വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒബ്ജക്റ്റിന്റെ ഓരോ വശങ്ങളിലും ഓരോ ആൽഫബറ്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള അല്ല ആൽഫബറ്റ്സ്, ഇത് വരയ്ക്കാൻ എളുപ്പത്തിന് കൊടുത്തിരുന്നതാണ്. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ. ഇനി ഒബ്സർവർ നിൽക്കുന്നത് എപ്പോഴും ഫ്രണ്ട് സൈഡിലായിരിക്കും. അപ്പൊ ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ ഏതൊക്കെ സൈഡ്സ് കാണാൻ പറ്റും? ഇവിടെയാണ് ഒബ്സർവർ നിൽക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ ഒബ്സർവർക്ക് എ കാണാം, ബി കാണാം, സി കാണാം, പിന്നെ ജെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ അതേപോലെ തന്നെ കറക്റ്റ് അളവെടുത്ത് വരയ്ക്കുകയോ ചെയ്യണ്ടേ. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ബോക്സ് മെത്തേഡ് വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, നമ്മൾ റോളർ സ്കെയിൽ ഉപയോഗിച്ചിട്ടൊരു റെഫറൻസ് ലൈൻ വരച്ചേക്കുക. നീളത്തിൽ വരയ്ക്കുക, വളരെ തിന്നായിട്ടൊരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഫ്രണ്ട് വ്യൂ ആണല്ലോ. ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിന് മുകളിലാണ് വരയ്ക്കുന്നത്. എക്സ് വൈ എന്ന് മാർക്ക് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നോക്കാം, ഈ ഒബ്സർവർ ഇവിടെ ഫ്രണ്ട് സൈഡിൽ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെയാണ് ഒബ്സർവർ നിന്ന് നോക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ ആ കാണുന്ന ഫ്രണ്ട് വ്യൂവിന്റെ മാക്സിമം ലെങ്ത് അല്ലെങ്കിൽ ഈ മുമ്പുവശത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഏറ്റവും വലിയ നീളം, ഏറ്റവും നീളം എത്രയായിരിക്കും നോക്കിക്കോളൂ. ഈ ഒബ്ജക്റ്റിന്റെ നീളം 60 + 30 90 ആയിരിക്കും. 90 മില്ലിമീറ്റർ അല്ലെങ്കിൽ 90 സെന്റിമീറ്റർ ആയിരിക്കും ഇതിന്റെ നീളം എന്ന് പറയാം. ഇതിന്റെ മാക്സിമം ഉയരം എത്രയായിരിക്കും? ഹൈറ്റ് നോക്കിയോ, 20 + 20 40 ആയിരിക്കും ഇതിന്റെ ഹൈറ്റ് എന്ന് പറയാം. അപ്പൊ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഫ്രണ്ട് വ്യൂവിന്റെ നീളവും മാക്സിമം ഉയരവും കിട്ടിയല്ലോ. 9 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും. നമ്മൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏകദേശം കണ്ടോ 9 സെന്റിമീറ്റർ എടുക്കുക. 9 ഇത് കുത്തി കണ്ടോ, അതായിരിക്കും നീളം വരുന്നത്. 2 പോയിന്റ് എടുത്തു. ഇനി എന്റെ ഉയരം 4 സെന്റിമീറ്റർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ കറക്റ്റ് ആണ് പെർപെൻഡിക്കുലർ ആയിട്ട് കറക്റ്റ് 4 സെന്റിമീറ്റർ എടുക്കുക. 1 2 3 4. വളരെ തിന്നായിട്ടൊരു ബോക്സ് വരിക. ആ ബോക്സിന്റെ അകത്തായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. വളരെ തിന്നായിട്ടൊരു ബോക്സ് വരച്ചു. 9 സെന്റിമീറ്റർ നീളം, 4 സെന്റിമീറ്റർ ഉയരത്തിൽ വളരെ തിന്നായിട്ടുള്ള ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് കാണാൻ പോകുന്ന സൈഡുകൾ, ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സൈഡുകൾ ആ കറക്റ്റ് അളവനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ ഒബ്സർവ് നിൽക്കുന്ന നേരത്തെ കാണുന്ന ആദ്യത്തെ സൈഡ് ഏതാ? ഏറ്റവും അടുത്തുള്ള സൈഡ് എ ആണ്. എയുടെ നീളം എത്രയാ? 60ഉം ഈ സൈഡിലെ നീളം 20ഉം ആണ്. പിന്നെ ഇതൊരു സ്റ്റെപ്പ് പോലെ ഇരിക്കും അല്ലെ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ഈ നീളം എത്രയാ? 60 ആണ്. അത് ഇപ്പൊ ഈ മൂലയ്ക്ക് നിന്നാണ് തുടങ്ങുന്നത് അല്ലെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇവിടുന്ന് 60 എടുക്കാം. റോളർ സ്കെയിലൂടെ വെച്ചിട്ട് റോളർ സ്കെയിലിന് 0 വെച്ചിട്ട് കറക്റ്റ് 6 സെന്റിമീറ്റർ കണ്ടോ. 6 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരയ്ക്കാം, തിക്കായിട്ടുള്ള ലൈൻ വരയ്ക്കാം. ഇനി അതിന്റെ ഈ ഭാഗത്തെ ഹൈറ്റ് എത്രയാ? 2 സെന്റിമീറ്റർ. കറക്റ്റ് 2 സെന്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത അപ്പൊ ഈ സൈഡും വരച്ചു, എയുടെ തന്നെ ഈ സൈഡും വരച്ചു. ഇനി ഈ സൈഡിന്റെ നീളം എത്രയെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇവിടെ അത് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഈ സൈഡിന്റെ നീളവും ഇതിന്റെ നീളം എത്ര തന്നെയാ? 2 സെന്റിമീറ്റർ തന്നെ. നമ്മൾ കറക്റ്റ് ആ റോളർ സ്കെയിൽ വെച്ചിട്ട് പാരലായിട്ട് ആ 2 സെന്റിമീറ്റർ വരയ്ക്കാം. ഓക്കെ, ഇനി ഈ ഹൈറ്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല അല്ലെ. നമുക്കത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്.
അതായത് ഈ മൊത്തം ഹൈറ്റ് 20 അല്ലേ? ഈ ഹൈറ്റ് 20. ഈ ഹൈറ്റ് എത്ര ആയിരിക്കും? ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? നോക്കിയോ, ഈ ഹൈറ്റ് 10. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഹൈറ്റ് എത്ര തന്നെ ആയിരിക്കും? മൊത്തം 20 ഇത് 10 ഇതും 10 വരണമല്ലോ. ഈ ഹൈറ്റും 10 തന്നെ. നമ്മൾ 10 കറക്റ്റായിട്ട് താഴേക്ക് വരയ്ക്കാം. 10 എന്ന് വെച്ചാൽ 10 മില്ലിമീറ്റർ 1 സെന്റിമീറ്റർ. കണ്ടോ? ഇനി ഇതിന്റെ നീളം നമുക്കറിയാം അല്ലെ? ഈ ഒരു നീളം 60. അതിനകത്തുനിന്ന് ഈ നീളം കണ്ടുപിടിക്കണ്ടേ. മൊത്തം 60 മില്ലിമീറ്ററിൽ നിന്ന് ഈ നീളം 20 ഇത് കുറച്ച് ബാക്കി എത്ര ഉണ്ട്? 40 ഉണ്ട്. ആ 40 ഇവിടെ അങ്ങോട്ട് വരച്ചാൽ മതി. നാല് സെന്റിമീറ്റർ അതിനകത്ത് മാർക്ക് ചെയ്തേക്കും. കണ്ടോ? ആ കറക്റ്റ് 4 സെന്റിമീറ്റർ എടുക്കുമ്പോൾ അത് ഈ പോയിന്റിൽ തന്നെ ഒന്ന് കറക്റ്റ് കൂട്ടിമുട്ടും. കണ്ടോ? പല ആ എ എന്നുള്ള പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് കാണുന്ന പോർഷൻ അല്ല ബി അല്ലേ? എ കഴിഞ്ഞിട്ട് അടുത്തത് ബി ആ കാണുന്നത്. ബിന്റെ ഉയരം നോക്കിയോ, 20. ഈ വീതി 20. ഒരു സ്ക്വയറാ, 20ഉം 20ഉം വരുന്നു. ഇപ്പോൾ എളുപ്പമുണ്ട്. അതാ ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഇവിടെ 20 ബാക്കിയുള്ളൂ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ബി അവിടെ കിട്ടി. ജസ്റ്റ് ഒന്ന് റഫായിട്ട് വേണം മാർക്ക് ചെയ്യാം. എ ബി. ഓക്കെ. അടുത്ത ഏതാ? അടുത്ത നമ്മൾ കാണുന്നത് എ കഴിഞ്ഞു ബി കഴിഞ്ഞു സി കാണാൻ സാധിക്കും. സിയുടെ നീളം എത്ര നോക്കാം. സി എന്ന് പറഞ്ഞ ഈ സർഫസിന്റെ റെക്ടാംഗുലർ ആയിട്ടുള്ള സർഫസിന്റെ നീളം എത്രയാണ്? കണ്ടോ? 40. ഉയരം നോക്കിയോ, 20. 40ഉം 20ഉം ഉള്ളൊരു എഡ്ജ് വരയ്ക്കണ്ടേ. ഓൾറെഡി ഇവിടെ 40 വന്നിട്ടുണ്ടല്ലോ. ഹൈറ്റ് 20 എടുത്ത് വരച്ചാൽ മതി. അതായത് 2 സെന്റിമീറ്റർ. ഇവിടുന്ന് കറക്റ്റ് റോളർ സ്കെയിൽ വെച്ചിട്ട് 2 സെന്റിമീറ്റർ എടുക്കുക. ഇവിടെ ഒരു പോയിന്റ് കിട്ടും അല്ലേ? അവിടെ നിന്ന് ലൈൻ വരച്ചിടുക. കണ്ടോ? ഹൈറ്റ് കറക്റ്റ് 2 സെന്റിമീറ്റർ ഹൈറ്റും 4 സെന്റിമീറ്റർ വീതി. ഇതേതാ? സി ആണ്. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി നമ്മൾ ഒരു സർഫസ് കൂടെ കാണത്തുള്ളൂ. അത് ഏതാ? ജെ ആണ്. കണ്ടോ? ജെയുടെ നീളം 30ഉം ഹൈറ്റ് എത്രയാണ്? 10ഉമാണ്. നോക്കിയോ, ഇത് മൊത്തം 9 ഉണ്ടായിരുന്നല്ലോ. 6 നമ്മൾ വരച്ചു, ബാക്കി 3 തന്നെയല്ലേ ഉള്ളൂ. ഈ 3ഉം ഹൈറ്റ് എത്രയാ? 1 സെന്റിമീറ്റർ. അപ്പോൾ കറക്റ്റ് 1 സെന്റിമീറ്റർ എടുക്കുക. നീളത്തിൽ വരയ്ക്കുക. ഇതാണ് ആ ജെ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഇതാണ് നമ്മൾ ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ വരയ്ക്കാനായിട്ട്. എ വരച്ചു, ബി വരച്ചു, സി വരച്ചു, ജെ വരച്ചു. ഇനി നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ഏതാ? ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ എന്ന് വെച്ചാൽ മുകളിൽ കാണുന്ന ടി എന്ന് പറയുന്ന സൈഡ്, ടോപ്പ് സൈഡ് ഇവിടെ നോക്കിയാൽ കാണുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് വ്യൂ നമ്മൾ വരച്ചു. ഫ്രണ്ട് വ്യൂവിൽ എത്ര കോർണേഴ്സ് ഉണ്ടോ? കോർണർ എന്ന് വെച്ചാൽ മൂല. ഇതൊരു കോർണറാണ്, ഇതൊരു കോർണറാണ്, ഇത് 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 ഈ കോർണേഴ്സ് എല്ലാം താഴേക്ക് പ്രൊജക്ട് ചെയ്തെടുക്കുക. റോളർ സ്കെയിൽ വെച്ച് നേരെ വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കുന്നതായി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കണ്ടോ? ഒരു ലൈൻ വളരെ തിന്നായിട്ട് വരയ്ക്കുക. ഇനി നമ്മൾ ടോപ്പ് വ്യൂ വരയ്ക്കാൻ പോവാം. ടോപ്പ് വ്യൂ വരയ്ക്കുന്ന എപ്പോഴും ഈ ഒരു ഫ്രണ്ട് വ്യൂവിൽ നിന്ന് താഴെ ആയിരിക്കണം ടോപ്പ് വ്യൂ വരയ്ക്കേണ്ടത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ അങ്ങനെയാണല്ലോ. ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ താഴേക്ക് ആണ് വരയ്ക്കേണ്ടത്. ഇനി നമ്മൾ വരയ്ക്കാൻ ഏതൊക്കെ ഭാഗങ്ങൾ കാണും എന്ന് നോക്കണം. അതായത് ഇവിടെ നിന്ന് ടോപ്പ് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? ഇവിടെ നോക്കിയാൽ എഫ് കാണാൻ സാധിക്കും, എച്ച് കാണാൻ സാധിക്കും, ഡി എന്ന് പറയുന്ന വലിയ ഭാഗം കാണാൻ സാധിക്കും, ഇ കാണാൻ സാധിക്കും. ഇ, എഫ്, ഡി, എച്ച് ഇത്രയും എഡ്ജുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ സൈഡുകളുടെയും നീളവും വീതി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നേരെ അതേപോലെ വരച്ചാൽ മതി. അപ്പൊ ആദ്യം കാണുന്നത് എഫ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എഫിന്റെ 20ഉം 30ഉം അല്ലേ നമ്മൾ വരയ്ക്കാം. അപ്പൊ ഏകദേശം ഇവിടുന്നൊരു ഈ എഡ്ജിൽ നിന്ന് ഒരു 1.5-2 സെന്റിമീറ്റർ മാറി. കണ്ടോ? ഈ നീളം ഓൾറെഡി 2 സെന്റിമീറ്റർ നമുക്കറിയാം. ഓക്കെ, ഇനി താഴേക്ക് 30 എടുക്കുക.
ഇത് 3 സെന്റിമീറ്റർ, 1 2 3 കണ്ടോ. കറക്റ്റ് 3 സെന്റിമീറ്റർ എടുക്കുക, എഫ് കംപ്ലീറ്റ് ചെയ്യും. എഫ് കിട്ടി. ഇനി അടുത്ത ഏതാ? ഏറ്റവും മുകളിൽ നിന്ന് നോക്കി കാണുന്ന എഫ് കഴിഞ്ഞിട്ടുള്ള ഇ ആണ് കാണുന്നത്. ഇയുടെ ഇത് 20, ഇത് എത്ര തന്നെയാണ്? 20 തന്നെയാണല്ലേ. അതൊരു സ്ക്വയർ ആണ്. നമ്മൾ ഓൾറെഡി ഈ 20 സൈഡുണ്ട്. ഇവിടുന്ന് ഒരു 20 താഴേക്ക് എടുത്താൽ മതി. ഇതെല്ലാം റോളർ സ്കെയിൽ വെച്ച് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാരലൈൻസും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. നമുക്ക് ഇ കിട്ടി, എഫ് കിട്ടി. അടുത്തേതാ? എച്ച് ആണ്. എച്ചിന്റെ നീളം നോക്കിക്കോളൂ, 40ഉം ഈ നീളം 20ഉമാണ്. പറയാൻ കാരണം വെച്ചാൽ ഇത് ഈ നീളം ക്വസ്റ്റ്യന് തന്നിട്ടില്ല, പക്ഷെ ഇത് 30 നമുക്കറിയാം. 30ൽ നിന്ന് ഈ ഒരു നീളം കുറയ്ക്കുക. ഈ ഒരു നീളം ഏകദേശം എത്രയാണ്? 10 തന്നിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ട്? 20 തന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് 20 ഇങ്ങോട്ട് എടുക്കുക, ഇവിടെ നിന്ന് 20 എടുക്കണം. 2 സെന്റിമീറ്റർ കണ്ടോ, ഒരു പോയിന്റ് എടുക്കാം. ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ. ഇത് നീളം എത്രയാ? 40. അവിടെ നിന്ന് മുകളിൽ നിന്ന് 40. അതായത് ഈ വരയ്ക്കുന്ന ലൈനാണ് ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. കേട്ടോ, കറക്റ്റ് 4 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, എച്ച് കിട്ടി. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നതാ, ഇനി മുകളിൽ നിന്ന് കാണുന്നത് ഡി ആണ് അല്ലെ. ഡിന്റെ ഈ ഒരു എഡ്ജ്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് ഒരു എഡ്ജ്, അതായത് ഇവിടുന്ന് ഇവിടുമ്പോൾ ലെങ്ത് കൂടെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം അത് എത്രയാ? 4 സെന്റിമീറ്റർ. നമുക്ക് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് തൊട്ട് 4 സെന്റിമീറ്ററോടെ വരയ്ക്കാം. പ്രത്യേകിച്ച് അളവെടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഒരു ലൈൻസ് ഇവിടെ വരച്ചിട്ടുണ്ടല്ലോ. ആ ലൈൻസിന്റെ നീളം കറക്റ്റ് ആയിരിക്കും. ഈ ഒരു എഡ്ജ് വരച്ചു. ഇനി ഈ ഒരു നീളം എത്രയാ? 20 അല്ലെ, തന്നിട്ടുണ്ട്. അത് അവിടെ നിന്ന് അങ്ങോട്ട് 20 വരയ്ക്കുക. ഓക്കെ, ഇനി ഈ ഒരു ലെങ്ത്, ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും? കാരണം 30 അല്ലേ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 30. കണ്ടോ, ഇവിടം വരെ എത്തി. ഇനി ഈ ഒരു നീളം, അതും എത്ര തന്നെയാ? 30 തന്നെയാ. എടുക്കുന്നു. കണ്ടോ, ആ ലാസ്റ്റത്തെ എഡ്ജ് ഇവിടെ ജോയിൻ ചെയ്യും. നമുക്ക് ഏത് കിട്ടി? ഡി കിട്ടി. ഓക്കെ, ഫ്രണ്ട് വ്യൂ കിട്ടി, നേരെ ടോപ്പ് വ്യൂ കിട്ടി. ആ പ്രൊജക്ടേഴ്സിനകത്ത് കിട്ടി. ഇപ്പൊ നോക്കിയോ, ഇവിടുത്തെ ബോക്സിന്റെ നീളം നോക്കിയോ. ഈ ഇവിടെ ബോക്സ്, അതായത് മുകളിൽ നിന്ന് നോക്കുന്നുള്ള മാക്സിമം ലെങ്ത് 90 അല്ലെ, 90. വിഡ്ത്ത് എത്രയാണ്? 20, 30, 50. കണ്ടോ, ഫ്രണ്ട് വ്യൂ മരിച്ചു, ടോപ്പ് വ്യൂ മരിച്ചു. ഇനി നമുക്ക് വരയ്ക്കാൻ ഏതാ? സൈഡ് വ്യൂ. ഈ സൈഡിൽ നിന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് ആണ്. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് വരയ്ക്കേണ്ടത്. റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ നമ്മൾ വരയ്ക്കേണ്ടത്. സെയിം പ്രൊസീജിയർ തന്നെ. എന്ത് ചെയ്യാം? ഇവിടുത്തെ ഓരോ കോർണേഴ്സ് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യാം. നോക്കോ, ഹൊറിസോണ്ടൽ പ്രൊജക്ട് ചെയ്യുന്ന കോർണേഴ്സ് വരയ്ക്കാൻ നോക്കാം. ഇവിടെ ഒരു കോർണർ ഉണ്ടല്ലേ, ഈ കോർണർ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യാം. ഈ ഒരു കോർണർ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുക. അടുത്തത് ഈ ഒരു കോർണർ ഹൊറിസോണ്ടൽ ആയിട്ട് പ്രൊജക്ട് ചെയ്യുക. കുറെ ലൈൻസ് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ നോക്കാം, ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ ഏതൊക്കെ സൈഡ്സ് നമുക്ക് കാണാൻ സാധിക്കും? ഇവിടെ നോക്കിയാൽ കെ കാണാം, ഐ കാണാം, ഈ ഒരു എഡ്ജ് കാണാം. സോറി, ഈ ഒരു സർഫസിന് പേര് കൊടുത്തിട്ടില്ല, എല്ലെന്ന് എടുത്തു. ഓക്കെ, കെ കാണാം, ഐ കാണാം, എല്ല് കാണാം, ജി കാണാം. ഈ 4 സൈഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിവിടെ വരച്ചാൽ മതി. ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് താഴേക്ക് എടുത്ത് അവിടെ അത് ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കിയെടുക്കുക. ഇപ്പൊ ഇവിടുന്ന് നോക്കാൻ നേരത്ത്, ഈ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കാൻ നേരത്ത് ഈ ഒരു വ്യൂവിന്റെ മാക്സിമം നീളം എത്രയായിരിക്കും? 30 + 20 50 ആയിരിക്കും അല്ലെ. ഹൈറ്റ് എത്രയായിരിക്കും? 10, 20, 10 എത്രയാണ്? 40 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഏകദേശം കറക്റ്റ് ഈ നീളത്തിന് അനുസൃതമായിട്ടൊരു ലെങ്ത്തും കൂടെ നിർക്കാം. 40 കണ്ടോ, വളരെ തിന്നായിട്ട് ലൈൻ. ഉയരം 40, വിഡ്ത്ത് എത്രയാണ്? 50, അതായത് 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ഉള്ള ഒരു പോയിന്റ് എടുത്തു. ആ ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്തേക്കാം.
കണ്ടോ? നമുക്കൊരു റെക്ടാങ്കുലർ ബോക്സ് ഇവിടെ കിട്ടി. ആ ബോക്സിനകത്താണ് ഈ വ്യൂ വരയ്ക്കേണ്ടത്. ഇത് നമ്മൾ കാണുന്ന സർഫസിലൂടെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആദ്യത്തെ എഡ്ജ് കെ ആണ്. കെ നീളം 30ഉം ഹൈറ്റ് എത്ര 10ഉം ആണ് അല്ലേ? ഇവിടെ മാർക്ക് ചെയ്യാം. ഹൈറ്റ് ഓൾറെഡി 10 ലെങ്ത് ഒരു തന്നിട്ടുണ്ടോ? കളന്ന് നോക്കിയോ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. നീളം 30 നമ്മൾ അളന്നെടുത്താൽ മതി. അതിൽ 3 സെന്റിമീറ്റർ കണ്ടോ? 3. ഇപ്പം ഈ ഒരു ബോക്സ് വെച്ചാൽ കെയുടെ ആ ബോക്സ് കിട്ടി. അടുത്തതാണ് ഐ ആണ്. ഐയുടെ നീളം എത്രയാ? 20, ഹൈറ്റ് 10. ബാക്കി 20 അല്ലേ ഉള്ളൂ. കറക്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. 20 ഐ. ഓക്കെ, അടുത്തത് നമ്മൾ കാണുന്നത് ഏതാ? എല്ലാണ്. എല്ലിന്റെ ഉയരം നോക്കിയോ. എല്ലിന്റെ ഉയരം 20ഉം ഈ വീതി നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചായിരുന്നു. അതായത് ഈ വീതി 20ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? ഇവിടുന്ന് ഹൈറ്റ് 20 എടുക്കാം. 2 സെന്റിമീറ്റർ. വീതി 2 സെന്റിമീറ്റർ. ഇവിടുന്ന് 2 സെന്റിമീറ്റർ കൂടെ വരും. ഓക്കെ, നമുക്ക് എല്ല് കിട്ടി. ഇനി നമ്മൾ ഏതാ കാണുന്നത്? ജി അല്ലേ കാണുന്നത്? ഈ ജി എന്ന് പറയുന്ന ഈ ഒരു ഷേപ്പിന്റെ ഉയരം എത്ര? ഇവിടുത്തെ ഉയരം 10, ഇവിടുത്തെ നീളം 30, ഇത് 20, 10 അങ്ങനെയല്ല പോകുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാക്കി നീട്ടി വരച്ചാൽ മതി. അതായത് ഈ ഉയരം 10 ആണ്, ഈ ഹൈറ്റാണ് കാണിച്ചത് 10. ഈ നീളം എത്രയാ? 30 ആണ്. ഇത് 20. ഓക്കെ, ഇത് 20 വരച്ചു. ഈ നീളം 20 തന്നെയാണ്. ഈ എഡ്ജ് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. ഈ എഡ്ജ് ജി എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ. താഴെ ടോപ്പ് വ്യൂ. ഇത് റൈറ്റ് സൈഡ് വ്യൂ. ഫ്രണ്ട് വ്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ വരയ്ക്കാനായിട്ട്. ഇതാണ് ഇതിന്റെ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്ന ഡയമെൻഷൻസ്, എല്ലാ ഡയമെൻഷൻസും ഈ 3 ഫിഗറുകളിലായിട്ട് മാർക്ക് ചെയ്യും. അതായത് ഇവിടെ മൊത്തം എത്ര ഡയമെൻഷൻസ് ഉണ്ടോ അത് ഫ്രണ്ട് സൈഡിൽ കാണുന്ന ഡയമെൻഷൻസ് ഫ്രണ്ട് വ്യൂവിൽ മാർക്ക് ചെയ്യുക, റൈറ്റ് സൈഡിൽ കാണുന്ന ഡയമെൻഷൻസ് റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക, ടോപ്പ് സൈഡിൽ കാണുന്ന ഡയമെൻഷൻസ് ടോപ്പ് വ്യൂവിൽ മാർക്ക് ചെയ്യുക. അപ്പൊ മാർക്ക് ചെയ്യുന്ന നേരത്ത് ഇത് കംപ്ലീറ്റ് ആവും. അപ്പൊ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് ഈ തന്ന കംപ്ലീറ്റ് ഡയമെൻഷൻസും ഓരോ രീതിയിൽ ഡയമെൻഷൻ ചെയ്തു. അതായത് ഫ്രണ്ട് സൈഡിൽ നോക്കുമ്പോഴുള്ള ഈ 60, 30, മുകളിലുള്ള 20 ഇവിടെയൊക്കെ മാർക്ക് ചെയ്തു. മുകളിൽ നോക്കിയാൽ ടോപ്പ് സൈഡിൽ നോക്കിയാൽ കാണുന്ന ഡയമെൻഷൻസ് ഇവിടെ മാർക്ക് ചെയ്തു. ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണുന്ന ഡയമെൻഷൻസ്, അതായത് ഈ 30, 20, 20 കണ്ടോ, ഈ 30, 20 അത് ഈ ഹൈറ്റുകൾ 20 കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഡയമെൻഷൻസ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ തന്ന ഡയമെൻഷൻസ് എല്ലാത്തിലും ഒരേപോലെ ആയിട്ട് എന്ത് ചെയ്താൽ മതി, കൊടുത്ത വൃത്തിയായിട്ട് വരച്ചാൽ മതി. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വിസിബിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ് ഉണ്ടല്ലോ അതെല്ലാം HBയുടെ ലെഡ് വെച്ചിട്ട് വരയ്ക്കാൻ. അതിനിടയ്ക്ക് കുറെ ഡയമെൻഷൻ ലൈൻസും പ്രൊജക്ഷൻ ലൈൻസും വരച്ചിട്ടുണ്ട്, അതെല്ലാം എന്ത് ചെയ്യണം, 2H ലെഡ് വെച്ച് വരയ്ക്കണം. ഇത്രയും നമുക്ക് വരച്ചു കഴിഞ്ഞാൽ 20 മാർക്കിനുള്ളൊരു അല്ലെങ്കിൽ 20 മാർക്ക് എക്സാമിന് ഉറപ്പായിട്ടും മേടിക്കാൻ സാധിക്കും. താങ്ക് യു.